ഞാൻ ഫാദർ ഇമ്മാനുവൽ കുളുന്താനം. ഞാൻ സെയിൻറ്റ് മൈക്കിൾ ഫൊറോന പള്ളിയുടെ ഇടവ വികാരിയാണ്. ഇന്ന് ദുഃഖവെള്ളി ആചരണം ലോകമെമ്പാടും അനുസ്മരിക്കുന്ന ഈ ദിവസം ദുഃഖവെള്ളിയെപ്പറ്റി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന യേശുനാഥൻ്റെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ഹൃദയപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് എനിക്കും ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കുമായി തൻ്റെ ജീവനെ അർപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ക്രിസ്തുമത വിശ്വാസികൾ ലോകമെങ്ങും ആചരിച്ച് വരുന്നത്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: എൻ്റെ പിതാവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ ലോകത്തെ അത്രയേറെ സ്നേഹിച്ച ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാനാണ് നമ്മളെയൊക്കെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഇവിടെ ഉപാധികളും വ്യവസ്ഥകളുമില്ല ക്രിസ്തുനാഥൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും. ആയതിനാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇന്നത്തെ ആധുനിക ലോകത്തിൽ എൻ്റെ സ്വന്തം സഹോദരനോ സഹോദരിയോ മാതാപിതാക്കളോ എനിക്ക് വേണ്ടി കുരിശിൽ ജീവാർപ്പണം ചെയ്യുകയില്ല. ഇവിടെ സ്നേഹം തന്നെയായ യേശുക്രിസ്തുവിന് ഈ ലോകത്തിന് സ്നേഹം പകർന്നു കൊടുക്കുവാൻ കുരിശിൻ്റെ വിരിമാറല്ലാതെ ഒരു സ്ഥലമില്ല. കൈകൾ വലിച്ചു നീട്ടുമ്പോൾ പോലും, ആ ഉഗ്രമായ വേദന അനുഭവിക്കുമ്പോൾ പോലും, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കുരിശിൻ്റെ വിരിമാറിൽ വീരചരമം അടഞ്ഞത്. ഇനി പിതാവിൻ്റെ ഹിതം എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിതാവിൻ്റെ ഹിതം ഇതാണ്: എൻ്റെ മക്കളാരും നശിച്ചു പോകുവാൻ ഇടവരാതെ അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ, ആ സ്നേഹത്തിലൂടെ അവർക്ക് ജീവൻ പകർന്നു കൊടുക്കുവാൻ എൻ്റെ അരുമസുതനല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു സ്നേഹത്തെപ്പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നത്. ഞാൻ സ്നേഹമാകുന്നു. അവിടെ ഒരു ഉപാധികളും വ്യവസ്ഥകളുമില്ല ആ സ്നേഹത്തിൽ. ആ ഉപാധികളും വ്യവസ്ഥകളും വെച്ചാൽ അത് സ്നേഹം അല്ലാതായി മാറുന്നു. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത് ഉപാധികളും വ്യവസ്ഥകളും വെച്ചുകൊണ്ടുള്ള സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ അത് സ്നേഹമല്ലാതായി തീരുന്നു. എന്തെങ്കിലും തിരിച്ചു ലഭിക്കുന്നതിനുള്ള അത്യാഗ്രഹത്തോടു കൂടി ഒരുവനെ സ്നേഹിക്കുമ്പോൾ അത് ആ കലർപ്പുള്ള സ്നേഹമായി മാറുന്നു. ഈ കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശു ഈ മാലോകർക്കെല്ലാം തൻ്റെ ജീവനെ കൈവെടിഞ്ഞുകൊണ്ട് അവരെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിൽ വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ ഇന്ന് ആ ചിന്ത നമ്മൾ ഏവരെയും ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തും. ഇന്ന് ഈ കുരിശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഒക്കെ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ സമൂഹം അറിയണം, നമുക്ക് ദുഃഖവെള്ളിയല്ല, നമുക്ക് സന്തോഷത്തിൻ്റെ വെള്ളിയായി ഇത് പര്യവസാനിക്കുന്നുവെന്ന്. കാരണം നീ തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്, പ്രത്യുത ഞാൻ പാപികൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. കാരണം അന്നത്തെ യഹൂദ സമൂഹം ഇന്നത്തെ സമൂഹം പോലെയാണ്. എല്ലാം ന്യായീകരിച്ച് നീതീകരിച്ച് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി അഭിനയത്തിൻ്റെയും
ഒക്കെ നിറവിൽ നിന്നുകൊണ്ടാണ് ആ ജീവിതം മുന്നോട്ട് നയിച്ചത്. അതുപോലെയാണ് ഇന്നും നമുക്ക് എല്ലാവരെയും നോക്കിക്കാണുമ്പോൾ പുറമേയുള്ള ആ സ്നേഹവും അഭിനയ ചാതുര്യവും ആ അഡ്ജസ്റ്റ്മെൻറ്റും ഇന്നത്തെ ലോകത്തിൽ ഉണ്ട്. യേശുവിന് അതില്ലായിരുന്നു. യേശു ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നിഷ്കളങ്കതയോടെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആ യേശുവിൻ്റെ വചനം ഇന്ന് നമ്മുടെ ഇടയിലും ലോകത്തിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ എത്രമാത്രം മനോഹരമായ ഒരു സ്വർഗീയ അനുഭവവും ലോകവും നമുക്ക് പടുത്തുയർത്താം. അതിനായിട്ട് നിങ്ങൾ ഏവരെയും യേശു അനുഗ്രഹിക്കും.